എല്ലാവർക്കും നമസ്കാരം. ലോക മുലയൂട്ടൽ വാരാചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇനിയുള്ള 7 ദിവസങ്ങൾ നമ്മൾ അംഗൻവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടപ്പിലാക്കേണ്ടത്. അതിൽ തന്നെ ആദ്യത്തെ ദിവസം ഓഗസ്റ്റ് 1 സാമൂഹികാധിഷ്ഠിത പരിപാടികൾക്കാണ് നമ്മുടെ ടീച്ചേഴ്സ് നേതൃത്വം കൊടുക്കേണ്ടത്. അനുയോജ്യരായിട്ടുള്ള ഗുണഭോക്താക്കളായി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും അവരുടെ കുടുംബാംഗങ്ങളൊക്കെ തന്നെയാണ്. ഇത്തരത്തിൽ എല്ലാവരും കൂടുന്ന സമയം ജനപങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണെങ്കിൽ അന്ന് ഞങ്ങൾക്ക് ഉദ്ഘാടന പരിപാടി കൂടി ഇതിൻ്റെ ഭാഗമാക്കി നിങ്ങൾക്ക് അംഗൻവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്താവുന്നതാണ്. ഇത്തരത്തിൽ CBക്ക് വരുന്ന ഓരോ പ്രവർത്തനങ്ങളിലും കൃത്യമായ ക്ലാസ് എടുക്കുന്നതിന് നല്ലപോലെ റെഫറൻസ് ചെയ്യണം. ആ റെഫറൻസിന് വേണ്ടിയിട്ടുള്ള നോട്ട്സാണ് നമ്മൾ ഈ പറയുന്ന പോഷകഭാഷ എന്ന ചാനലിനകത്തേക്ക് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയിട്ടാവണം ആ ബോധവൽക്കരണ പരിപാടിക്ക് നിങ്ങൾ ക്ലാസ് എടുക്കേണ്ടത്. തുടർന്ന് ഗുണഭോക്താക്കൾക്ക് വല്ല സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് പോവുകയും വേണം. അപ്പോൾ ഇത്തരത്തിലുള്ള CB നടത്തിയതിന് ശേഷം നിർബന്ധമായിട്ടും വിട്ടുപോവാതെ പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് നമ്മൾ പോഷൻ ട്രാക്കറിലെ എൻട്രി എന്നുള്ളത്. ഓരോ CB നടത്തുന്ന സമയം അന്നേ ദിവസം തന്നെ നിങ്ങൾ പോഷൻ ട്രാക്കറിലേക്ക് കൂടി കൃത്യമായ തീയതിയും തീമും മാർക്ക് ചെയ്യണമെന്നുള്ളതാണ്. ലോക മുലയൂട്ടൽ വാരാചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 7 ദിവസം നമുക്ക് CB നടത്താനുള്ള അവസരമുണ്ട്. കാരണം 1-ാം തീയതി ആയതുകൊണ്ട് സെക്ടർ മീറ്റിങ്ങുകളുടെ തിരക്കുകളൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ സമയക്രമത്തിനനുസരിച്ചുകൊണ്ട് CB അങ്ങോട്ടോ ഇങ്ങോട്ടോ 7 ദിവസത്തിനകം മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഏത് ദിവസമാണോ CB നടത്തുന്നത് ആ CBയുടെ തീയതിയാണ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്. പ്രധാനമായിട്ട് 1-ാം തീയതി തന്നെയാണ് CB നടത്തേണ്ടത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് പോഷൻ ട്രാക്കറിൽ എങ്ങനെയാണ് എൻട്രി വരുത്തേണ്ടത് എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക. അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? പോഷൻ ട്രാക്കർ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുന്ന സമയം തന്നെ ഇൻ്റർനെറ്റിൻ്റെ സംവിധാനം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കണം. പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്ത് യൂസർ നെയിം പാസ്വേഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഹോം പേജിലോട്ട് എത്താൻ സാധിക്കും. ഇവിടെ നിന്ന് മോർ എന്ന് കാണുന്ന ഓപ്ഷനാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്തെടുക്കേണ്ടത്. മോർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവൻറ്റ്സ് എന്ന് ഇത്തരത്തിൽ നിങ്ങൾ കാണാൻ സാധിക്കും. ഇവൻറ്റ്സ് എന്നോ മലയാളത്തിലാണെങ്കിൽ പരിപാടികളെന്നോ കാണാൻ സാധിക്കും. ആ ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 ടാബുകൾ നിങ്ങൾക്ക് കാണാം. 1 VHSND, 2 ട്രെയിനിങ് മൊഡ്യൂൾ, 3 CB എന്ന് കാണാം. അതിൽ CB എന്ന് കാണുന്ന ഭാഗത്താണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ബ്ലാങ്ക് പേജ് ആയിരിക്കും അവിടെ വരിക. അവിടെ നോ ഇവൻറ്റ് ആഡഡ് എന്നാണ് വരിക. അതായത് നമ്മൾ 1-ാം തീയതി ആയതുകൊണ്ട് തന്നെ ഒരു പരിപാടിയും CBയുടെ ഭാഗമായിട്ട് ഈ മാസത്തിൽ ചെയ്തിട്ടില്ല. ആയതുകൊണ്ട് താഴെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു നീല നിറത്തിലൊരു കലണ്ടർ ബട്ടൺ കാണും. ആഡ് CB എന്ന് പറഞ്ഞിട്ട് ആ ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയം നിങ്ങൾക്കൊരു പുതിയൊരു പേജ് കൂടി ആഡ് ഓൺ ആയിട്ട് വരും. ഈ ഭാഗത്ത് നിന്നാണ് നമ്മൾ ഇന്ന് നടത്തുന്ന CBയുടെ തീയതിയും തീമും കൃത്യമായി സെലക്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ 1-ാം തീയതിയാണ് ഓഗസ്റ്റ് മാസത്തിലെ ആദ്യത്തെ CB നമ്മൾ നടത്തിയത്. ആയത് രേഖപ്പെടുത്തുന്നതിന് ഈ കലണ്ടർ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 1 എന്നുള്ള തീയതി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം തീമാണ്. കുറേ തീമുകൾ ഇതിനകത്തുണ്ട്. ഇൻവൈറ്റ് വുമൻ ഡ്യൂറിങ് ഫസ്റ്റ് സെക്കൻഡ് ട്രൈമസ്റ്റർ ഓഫ് പ്രഗ്നൻസി, അന്നപ്രാസൻ ദിവസ്, സുബോസൻ ദിവസ്, ഗെറ്റിംഗ് റെഡി ഫോർ പ്രീ സ്കൂൾ അറ്റ് AWC, പബ്ലിക് ഹെൽത്ത് മെസ്സേജ് എന്നീ തുടങ്ങുന്ന തീമുകളിൽ നിന്നും നമ്മൾ ബ്രസ്റ്റ് ഫീഡിംഗ് വീക്കിൻ്റെ ഭാഗമായിട്ട് ആദ്യം നടത്തുന്ന CBക്ക് തിരഞ്ഞെടുക്കേണ്ട തീം എന്ന് പറയുന്നത് പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് എന്നുള്ളതാണ്. ആ ഭാഗം ക്ലിക്ക് ചെയ്ത് തൊട്ട് താഴെ സബ്മിറ്റ് എന്ന് കാണുന്ന കോളം നിങ്ങൾക്കറിയാം, അവിടെ ഒരു നീല നിറത്തിലേക്ക് മാറിയിട്ടുണ്ടാവും. ആ കോളം ക്ലിക്ക് ചെയ്യുക. അത്തരത്തിൽ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ ഒരു പോപ്പപ്പ് വിൻഡോ വരും. അതായത് CB സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്നുള്ള സന്ദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണ് ഓഗസ്റ്റ് 1 CBയുടെ പോഷൻ ട്രാക്കർ എൻട്രി മാർക്ക് ചെയ്യേണ്ടത്. താങ്ക് യു.